കഴിഞ്ഞ ദിവസം കോണ്ടന്റ് ക്രിയേറ്റർ അഖിലൻ നാർഡിനെ റിലേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് സ്റ്റോറീസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പേജിൽ. അതിനെ റിലേറ്റ് ചെയ്ത് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസം മുന്നേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു അഖിലൻ നാർഡിയുടെ വൈഫ് ആ ഒളിച്ചോടി പോയിട്ടുള്ളൊരു സംഭവം. ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ പല വീഡിയോസ് ഇട്ടിരുന്നു. 3, 4, 5, 6 ഒക്കെ വീഡിയോസ് ഇട്ടിരുന്നു. പല കഥകളെല്ലാവരും മെനഞ്ഞിട്ടാണ് വീഡിയോസ് ഇട്ടത്. ഇതിനെയൊക്കെ റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് രംഗത്ത് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അല്ലേ. ഞാൻ ഈ ഒരു വിഷയത്തിൽ ഒരൊറ്റ വീഡിയോ ചെയ്തിട്ടുള്ളൂ. ഏകദേശം 2 ദിവസത്തോളം ആയതിനു ശേഷം തംബ്നെയിലുകളൊന്നും ഇടാതെ ആ ജസ്റ്റ് CCTV ആ ഒരു ഫുട്ടേജ് വന്നതിന് ശേഷം മാത്രം എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള കണ്ടീഷനിൽ ഒരു വീഡിയോ ഇട്ടു. ഷോർട്ട് വീഡിയോ ഇത്ര മാത്രം പറഞ്ഞു. അതായത് അവനൊന്നും ചെയ്തില്ലല്ലോ, അവൾ ഓടിപ്പോയല്ലോ, ഒരു കണക്കിന് നന്നായി. ഇതായിരുന്നു എൻ്റെ ആ ഒരു ഹോൾ വീഡിയോൻ്റെ കോൺസെപ്റ്റ്. അതോടുകൂടി അവസാനത്തിൽ ഞാൻ ആ ഒരു വിഷയം തന്നെ വിട്ടു. പക്ഷേ പല ആൾക്കാരും അതിനെക്കുറിച്ച് ഭാര്യ ലൈവിൽ വരുന്നു, ബസ് കണ്ടക്ടർ ലൈവിൽ വരുന്നു, അഖിലൻ നാർഡിയുടെ എക്സ്പ്ലനേഷൻ വരുന്നു. പല കാരണങ്ങളെ കൊണ്ട് സോഷ്യൽ മീഡിയ ഫ്ലഡ് ചെയ്തു. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് നല്ല ഉദ്ദേശത്തോടു കൂടി ചിലർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്, ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞു വന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു അതിനിടയിൽ കൂടി അവനവൻ്റെ ഒരു കൃഷി ഇറക്കുന്ന രീതിയിൽ റീച്ചിന് വേണ്ടി പോകുന്ന പല വ്ളോഗേഴ്സിനെയും കണ്ടു. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നടന്നതിന് ശേഷം, ഈ വിഷയം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു കാര്യം ഞാൻ സംസാരിക്കാൻ കാരണം, നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളൊരു വീഡിയോ ഏഞ്ചലീൻ്റെ വീഡിയോ ആണ്. ഏഞ്ചലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നേരം എന്നുള്ള ഒമർ ലുലു പിക്ചറിൽ വന്നിട്ടുള്ള ആ ഒരു കുട്ടിയാണ്. ബിഗ് ബോസിൽ വന്നിരുന്നു. അപ്പോൾ ബിഗ് ബോസിൽ ഏഞ്ചലീനെ കണ്ടിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഏഞ്ചലീനെ എന്താണ് ഏഞ്ചലീൻ കാണിച്ചിട്ടുള്ളത്, എന്ത് പെർഫോമൻസാണ് ഏഞ്ചലീൻ കാഴ്ചവെച്ച് എന്നുള്ളത് അത് ഓർമ്മ ഉള്ളവർക്ക് ഈ വീഡിയോ ഒന്നും കൂടി കണക്ട് ചെയ്യാൻ പറ്റും. ഏഞ്ചലീൻ ഇൻസ്റ്റാഗ്രാമിൽ ഏഞ്ചലീൻ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോ വെക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ. അതായത് ഏഞ്ചലീൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു കർമ്മ എന്ന് പറഞ്ഞിട്ട്. അതായത് അഖിലിൻ്റെ വൈഫ് ഒളിച്ചോടി പോയിട്ടുള്ളത് ഒരു കർമ്മയാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. പല ആൾക്കാരും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്ത് കണ്ടു. കാരണം വെച്ചാൽ അഖിലൻ നാർഡി ഈ ആൾക്കാരുടെ ജീവിതം അല്ലെങ്കിൽ റിയൽ ലൈഫിലുണ്ടാകുന്ന പല ഇൻസിഡൻസും വെച്ചിട്ട് സ്പൂഫ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്. ട്രോൾ സ്പൂഫ് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അഖിലിന് ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ പല ആൾക്കാർക്കും മനസ്സ് തോന്നിയിട്ടുണ്ട്. എന്നോട് ഒരുപാട് പേര് എനിക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ് കണ്ടില്ലേ, ഇപ്പോൾ സ്വന്തം ജീവിതത്തിലൊരു പ്രശ്നം വന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ, ഇതാണ് കർമ്മ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പറഞ്ഞിരുന്നു. ഇവിടെ ഏഞ്ചലീൻ അത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പറഞ്ഞു, നിങ്ങൾ കാരണം ഞാൻ അനുഭവിച്ചതും ഇത് തന്നെ, ഇതാണ് കർമ്മ. അഖിലൻ നാർഡിക്കെതിരെ ഏഞ്ചലീൻ മറിയ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇതിൻ്റെ ബേസിൽ ഈ സ്റ്റോറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഏഞ്ചലീന് പല ആൾക്കാരും സൈബർ ബുള്ളിയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് ഏഞ്ചലീൻ വന്നിട്ടുള്ളത്. സോറി. ഇനി ഏഞ്ചലീൻ സംസാരിക്കുന്ന എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ വെച്ച് തരാം. അതായത് ഈ പണ്ട് അഖിലൻ നാർഡി ഏഞ്ചലീൻ ബിഗ് ബോസിൽ ചെന്ന സമയത്തെ ഏഞ്ചലീൻ ഒരു OCD പേഷ്യൻ്റാണ്. അപ്പോൾ അന്ന് ബിഗ് ബോസിനകത്ത് ഏഞ്ചലീൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്നുള്ളത് അറിയില്ല. അത് ഓർമ്മ ഉള്ളവർക്ക് അറിയാം. കാരണം വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പല ആൾക്കാരും പല രീതിയിൽ കോണ്ടന്റിന് വേണ്ടിയിട്ട് പല പെർഫോമൻസസും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയില്ല അതിനുള്ളിൽ എന്താ ആൾക്കാർ എന്നുള്ളത്. അപ്പോൾ ഏഞ്ചലീൻ്റെ ഈ പെർഫോമൻസ് കണ്ടിട്ട് പലരും പല രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ അത് കണ്ടതിന് ശേഷം അന്ന് എല്ലാവരെയും വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്ന അഖിലൻ നാർഡിയെ പോലെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരു വ്യക്തി അഖിലൻ നാർഡി അന്ന് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ യഥാർത്ഥത്തിൽ ഒരു OCD പേഷ്യൻ്റ്, ആ OCD പേഷ്യൻറ്റിൻ്റെ ഒരു ട്രെയ്റ്റ് ആയിരുന്നു അന്ന് ഏഞ്ചലീൻ അന്ന് ആ ബിഗ് ബോസിനുള്ളിൽ കാണിച്ചത് എന്നുള്ളതും അത് ആ കുട്ടിക്ക് എത്രത്തോളം ഹേർട്ട് ചെയ്തു എന്നുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ കുട്ടി വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളതും കാര്യം. വീഡിയോ കുറച്ച് സ്റ്റോറി ഇട്ടിരുന്നു. അതിൽ ആൾക്കാർ സൈബർ ബുള്ളിങ് വരുന്നു. അപ്പോൾ അതിന് കുറച്ച് എക്സ്പ്ലനേഷൻസ് ഇതാണ് കേട്ടോ. ഞാൻ ആദ്യം അന്ന് അഖിലൻ നാർഡി ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ അതിന് മുന്നേ ഒരു കാര്യം പറയാം. അഖിലൻ നാർഡി ഈസ് നോട്ട് മൈ എക്സ് ഓർ വൈ. റീഡ് മൈ റീസെൻറ്റ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പ്രോപ്പർലി. എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നിങ്ങൾ പ്രോപ്പറായിട്ട് വായിക്കൂ. ഞാനൊന്നും മോശമായി ചെയ്തിട്ടില്ല. ബട്ട് ഹിസ് കർമ്മ ഡിഡ് 100%. അതായത് അവൻ്റെ കർമ്മയാണ് അവന് കിട്ടിയിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടൊരു സാധനം ഇട്ടിട്ടുണ്ട്. ഓക്കെ. അതുപോലെ സിമിലർ സ്റ്റോറീസ് ഉണ്ട്. ഐ വാസ് എ യൂട്യൂബ് സബ്സ്ക്രൈബർ. ഞാൻ അഖിലൻ നാർഡിയുടെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബർ ആൻഡ് ഇൻസ്റ്റാഗ്രാം ഫോളോവർ ആയിരുന്നു. until I came to watch his video in YouTube about me. അതായത് എന്നെക്കുറിച്ച് അവൻ ബിഗ് ബോസ് സമയത്ത് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കാണുന്നവരെ ഞാൻ അവൻ്റെ സബ്സ്ക്രൈബർ ആയിരുന്നു. ഞാൻ എല്ലാ വീഡിയോസും എൻജോയ് ചെയ്തിരുന്നു എക്സെപ്റ്റ് വൺ തിങ്, ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം എൻജോയ് ചെയ്തിരുന്നു. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അതായത് ഗൂഗിളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. OCD എന്ന് പറഞ്ഞാൽ ഒരു അസുഖമാണ്.
അത് 2019 മുതൽ ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഒരുപാട് OCD പേഷ്യൻസ് ഉണ്ട് എന്നെ പോലെ സിംറ്റംസ് ഉള്ളവർ. അപ്പോൾ അതിനെക്കുറിച്ചൊരു കോണ്ടന്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ക്രിയേറ്റിംഗ് എ കോണ്ടന്റ് ഓൺ വൺസ് ഹെൽത്ത് കണ്ടീഷൻ, ഒരാളുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് നല്ല കാര്യം എന്ന് മാത്രമല്ല, അത് വളരെ 100% ക്രൂവൽറ്റിയാണ്, അതൊരു ക്രൂരതയാണ്, ദ്രോഹമാണ്. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉറക്കത്തിൽ പോലും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരു ട്രോമ പോലെ ആയിട്ടുണ്ട്. ഐ വാസ് ഇമോഷണലി ഗോയിങ് ത്രൂ ടു മച്ച് ഓഫ് പെയിൻ ബിക്കോസ് ഓഫ് യു. നീ ഒരാൾ വ്യക്തി കാരണം എനിക്ക് അത്രയധികം ഇമോഷണൽ പെയിനോട് കൂടി ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയായിരുന്നു എൻ്റെ ഒരു വീഡിയോയോട് കൂടി. അതുകൊണ്ട് അറ്റ് ദാറ്റ് സ്റ്റേജ് ഐ ബിലീവ്ഡ് ഇൻ കർമ്മ. ഞാൻ ഒരു നിമിഷം ഞാൻ കർമ്മയിൽ വിശ്വസിച്ചു. ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു, ഒരു ദിവസം നീയും ഇതേപോലത്തെ സ്റ്റേജിലൂടെ കടന്നു പോവും. അപ്പോൾ ഇപ്പോൾ വാട്ട് എവർ ദ സിറ്റുവേഷൻ ഐ കെയിം ടു നോ ദാറ്റ് യു വർ ഇമോഷണലി ഡാമേജ്ഡ് ഇൻ റീസെൻറ്റ് ഡേയ്സ്. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാഡ് ഗോൺ ത്രൂ. അതായത് ഈ റീസെൻറ്റ് ഡേയ്സിൽ നീ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഏകദേശം എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കർമ്മ എന്നുള്ള കണ്ടീഷനിൽ അവർ ഒരു പോസ്റ്റ് ഇടുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയം എന്നുള്ളത്, അഖിൽ എന്നാടി എന്ത് വീഡിയോ ആണ് അന്ന് ചെയ്ത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് തരാം. സ്വന്തം നിലപാടുകൾ പരിസരബോധമില്ലാതെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തി. നല്ല സമയത്ത് തുടങ്ങി ഇപ്പൊ കുട്ടിക്ക് നല്ല സമയം തോന്നുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം ആ വ്യക്തിയെ. അവർ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് മഞ്ജലീന. ഈ മഞ്ജലീന എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഈ ഏഞ്ചലീന ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ഒരു തിയേറ്ററിൽ നല്ല നേരം സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. എം അടിക്കാറിന് മറ്റത് യൂസ് ചെയ്യുക, ഡ്രഗ് യൂസ് ചെയ്യുക, സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യുക. എം അടിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അടിക്കുന്നതിനെ, അതായത് ഇതൊക്കെ കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിട്ടുള്ള രീതിയിൽ വളരെ നിസ്സാരവൽക്കരിച്ചിട്ട് ഒരു വീഡിയോ അന്ന് ഈ കുട്ടി ചെയ്തിരുന്നു, ഏഞ്ചലിൻ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത് ബിഗ് ബോസിലേക്ക് വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിരുന്നൊരു കാര്യം, ഈ കുട്ടി ഇതിങ്ങനെ അടിച്ചതൊറ്റ കാര്യം കൊണ്ടാണ്, അല്ലാണ്ട് അസുഖത്തിൻ്റെയും പ്രശ്നങ്ങൾ. കാരണം ഈ കുട്ടിക്ക് തോന്നുമായിരുന്നു പലതും സംഭവിക്കുകയാണെന്നുള്ളത്. അതൊക്കെ അതിൻ്റെ അസുഖത്തിൻ്റെ ബാക്കിയായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം, ഈ എമ്മടിയുടെ റീലും എല്ലാം കൂടി ഉണ്ടായതുകൊണ്ട് ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് പേര് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ള ഈ കുട്ടി അത് ഉപയോഗിച്ചതിന് ശേഷമാണെന്നുള്ളതാണ് കേട്ടോ. അതാണ് ഈ ഏഞ്ചലീന എന്നുള്ള മഞ്ജലീന എം കൂട്ടി പറഞ്ഞിട്ടുള്ളത്. പട്ടി ഇവിടെ എവിടെ മോളെ? പട്ടി ഏത് പട്ടിയാ മോളെ? ഇവിടെ പട്ടിയൊന്നുമില്ലല്ലോ. അയ്യോ ചേട്ടാ, എന്നെ LKG പഠിക്കാൻ നേരത്തെ എന്റെ ഒരു പപ്പി എന്ന് പറയുന്നൊരു പട്ടി ഉണ്ടായിരുന്നു. അതെന്നെ കടിക്കാൻ വരുന്നതായിട്ട് തോന്നുവാ ചേട്ടാ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എന്നെ കടിക്കാൻ വരുന്നതായിട്ട് തോന്നുന്നു. പൂർത്തുണ്ട് ചേട്ടാ. അത് മാത്രമല്ല ചേട്ടാ, ഞാൻ എവിടെ ചെന്നാലും അങ്ങ് ഒറ്റപ്പെടലേ ചേട്ടാ. മോളെ ഇങ്ങനെ അഭിനയൊക്കെ അകത്ത് കേറിയിട്ട് മതി. ഇവിടെ വെച്ച് കാണാക്കോണ അഭിനയം വേണ്ട. മുട്ടാൻ ഞാൻ കേട്ടിട്ടുള്ളൂ. ഈ ബിഗ് ബോസിൽ വരുന്ന പല ആൾക്കാരും പല കാര്യങ്ങളും കാണിച്ചു കൂട്ടുന്നുണ്ട്. കാരണം അതിൽ കോണ്ടൻ്റാണ് ഡെലിവർ ചെയ്യേണ്ടത്. അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിച്ചതിൻ്റെ കൂട്ടത്തിൽ അഖിൽ എന്നാർഡി ഇതുപോലത്തെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് അഖിലും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തു. ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിക്കുന്നില്ല കേട്ടോ, ഒരു കാര്യത്തിനും ന്യായീകരിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. കാരണം വെച്ചാൽ ഈ ട്രോളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതുപോലെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ, ഇൻക്ലൂഡിങ് മൈസെൽഫ്, ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചൂണ്ടുവരൽ ഒറ്റ കാര്യമാണ് ആൾക്കാർ പറയുള്ളൂ. കണ്ടോ കർമ്മ, അത് നീ വിശ്വസിക്കുന്നുണ്ടോ? പണ്ട് നീ ഇത്ര ആൾക്കാരെ ഇത് കളിയാക്കിയിരുന്നില്ലേ? പണ്ട് നീ ഇത്ര അധികം ആൾക്കാരെ കുറിച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിരുന്നില്ലേ, റിയാക്ട് ചെയ്തിരുന്നില്ലേ, സംസാരിച്ചിരുന്നില്ലേ? ഇപ്പം എന്തായി? ഇപ്പം നിനക്ക് അനുഭവിക്കുന്ന സമയത്ത് നിനക്ക് എന്താണ് തോന്നുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുക. അപ്പോൾ ഈ ഒരു വിഷയം എടുത്തു വെച്ചുകൊണ്ട് ഒരുപാട് പേര് ചർച്ച ചെയ്ത സമയത്ത് അതിനുശേഷം ഏഞ്ചലിന് ഒരു വീഡിയോ ആയിട്ട് വന്നു. ആ വീഡിയോയ്ക്ക് അഖിൽ എന്നാർഡിയുടെ ബ്രദർ അരുൺ എന്നാർഡി ഒരു കമൻറ്റ് ചെയ്തു, അതിനൊരു മറുപടിയും കൊടുത്തു. ഞാൻ ആദ്യം ആ ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്യാം. അതിൻ്റെ ഒരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയി പ്ലേ ചെയ്യാം. കാരണം കഴിഞ്ഞ ദിവസം കോണ്ടന്റ് ക്രിയേറ്റർ അഖിൽ എന്നാർഡിനെ റിലേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് സ്റ്റോറീസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പേജിൽ. അതിനെ റിലേറ്റ് ചെയ്ത് ഇന്ന് കുറച്ച് ന്യൂസ് ചാനൽക്കാർ കുറച്ച് ന്യൂസൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ന്യൂസ് ചാനൽ ഒരാളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ ഇന്ന കാര്യം ന്യൂസ് ആക്കിയിടാൻ. ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഐ ഹാവ് നെവർ അപ്രോച്ച്ഡ് എനി വൺ ഓഫ് ദിസ് ഗൈസ്. പക്ഷെ ഞാൻ ഇട്ട കാര്യം ന്യൂസ് ചാനൽക്കാർക്ക് നോക്കിയപ്പോൾ അവർക്കും നല്ലൊരു അവസരമാണ്. അവരത് ഒബ്വിയസ്ലി അവരത് യൂട്ടിലൈസ് ചെയ്തു. അപ്പം എനിക്ക് ന്യൂസിൻ്റെ സംഭവങ്ങൾ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓരോരുത്തർ പല ചാനലിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് തരുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഓ ഇങ്ങനെയൊക്കെ ന്യൂസ് വന്നല്ലെങ്കിൽ ഞാൻ അറിയണത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം അതിൻ്റെ കമൻറ്റ് സെക്ഷൻ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കമന്റ്സ്, കുറെ അല്ല എന്നാലും കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ചുളിവിൽ ഏഞ്ചലിൻ അഖിൽ എന്നാർഡിയുടെ കേസിൽ റീച്ച് ആവാൻ വന്നതാണെന്ന്. കോമൺ സെൻസുള്ള ഒരാൾക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചെന്നുള്ളത്. ആദ്യം നിങ്ങൾക്ക് തലയ്ക്ക് കുറച്ച് വെളിവുണ്ടോന്ന് കുത്തിരുന്ന് ആലോചിക്കുക.
ഞാനല്ല ചുളിവിൽ റീച്ച് ആവാൻ നോക്കിയാൽ മനസ്സിലായോ? ഒരാളുടെ മോശം ആരോഗ്യാവസ്ഥ എന്നെ തന്നെയാണ് വ്യക്തമായിട്ട് കാണിക്കുന്നത്. ഞാൻ അഖിലനാടി എന്ന വ്യക്തിയെ പേഴ്സണലി അറിയുകയോ ആളുടെ മറ്റേ വീഡിയോസിൽ ഒരു മോശം കമന്റ് ഇടുകയോ ആളുടെ കുടുംബത്തിൽ ചെന്നിരിക്കുകയോ ആളായിട്ട് നേരിട്ട് ഒരു പരിചയം പോലും ഇല്ലാത്ത ഞാൻ എന്നെ എന്ന വ്യക്തിയെ എന്റെ മോശമായ ആരോഗ്യാവസ്ഥയെ കോണ്ടന്റ് ആക്കി യൂട്യൂബില് വീഡിയോ പോസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ചുളിവിൽ റീച്ച് ഉണ്ടാക്കിയതും കാശ് വാരിയതും അഖിലനാർഡി എന്ന വ്യക്തിയാണ്. സോ ഞാനല്ല ഇവിടെ റീച്ച് ഉണ്ടാക്കിയത്. അഖിലനാർഡി എന്ന വ്യക്തിയുടെ യൂട്യൂബ് അക്കൗണ്ട് ഇസ് മോണിറ്റൈസ്ഡ്. ഓക്കെ, ഏഞ്ചലിൻ മരി എന്ന വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പോലും മോണിറ്റൈസ്ഡ് അല്ല. അപ്പൊ ഞാൻ അഖിലനാർഡിനെ വെച്ചിട്ട് എന്ത് കാശാണ് ഉണ്ടാക്കുന്നത്, റീച്ച് ഉണ്ടാക്കുന്നത്? എന്റെ ആരോഗ്യാവസ്ഥയെ വെച്ച് മോശമായി പരിഹസിച്ചുകൊണ്ട് 100% ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയ ഭയങ്കര ക്രൂഷ്യൽ ആയ ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡറിനെ 100% പരിഹസിച്ചുകൊണ്ട് അഖിലനാർഡിയുടെ കോണ്ടന്റിന് കുഴപ്പമൊന്നുമില്ല അല്ലെ? ഇസ് ദാറ്റ് ഓക്കെ ഫോർ യു ഗൈസ്? കാരണം ഞാൻ ചോദിക്കുന്നത് കമന്റ്സ് ഇട്ടോരാണ് കേട്ടോ. അങ്ങനെ ഒരാളുടെ ആരോഗ്യാവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി കാശ് വാരണതിന് തെറ്റൊന്നുമില്ല. അതിന് ഇപ്പൊ അവൻ അനുഭവിക്കുന്നത് അവന്റെ കർമ്മഫലാണെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടതാണ് തെറ്റ്. നോട്ട് ഓൾ ഓഫ് യു ഗൈസ്. ഞാൻ ഈ ചില കമന്റ് സെക്ഷൻ കണ്ടപ്പോഴാണ് എനിക്കിത് പറയണമെന്ന് തോന്നിയത്. ആദ്യം തന്നെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയ ഡിസോർഡറിനെ പറ്റി ഒരു സൈക്കാട്രിസ്റ്റിന്റെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചോദിക്കാം. ഞാൻ പറഞ്ഞതൊരു സിംറ്റംസ് ആണ്. ഞാൻ ഈ അഖിലനാർഡി അവിടെ പരിഹസിച്ചിട്ടുള്ളത് OCD വളരെ സിവിയർ സ്റ്റേജിൽ കടന്നുകൊണ്ടിരിക്കുന്ന ഒരാളുടെ സിംറ്റംസ്, അല്ലെങ്കിൽ OCDക്ക് ഒരുപാട് സിംറ്റംസ് ഉണ്ട്. അതില് ഒരു സിംറ്റമാണ് ഞാൻ ഈ പറഞ്ഞ ഈ അഖിലനാർഡി കോണ്ടന്റ് ആക്കി ഇട്ടത്. മനസ്സിലായി? ഇതുപോലെ സിംറ്റംസ് ഉള്ള വേറെ പേഷ്യൻസ് ഉണ്ട്. ചിലപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഓ അവൾക്ക് മാത്രം ഇങ്ങനത്തെ സിംറ്റം അല്ല. ഒരു സൈക്കാട്രിസ്റ്റ് അടുത്ത് പോയിട്ട് ഈ വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുത്ത് ചോദിക്കുക. അപ്പൊ പറയും അവര് ഇതേ സിംറ്റംസ് ആയിട്ട് എത്ര പേഷ്യൻസ് വരുന്നുണ്ടെന്ന്. പക്ഷെ അവർക്ക് അറിയില്ല. അവർക്ക് ഇങ്ങനത്തെ ചില സിംറ്റംസുകൾ വരുമ്പോൾ അവർക്ക് അറിയണില്ല അത് OCD ആണ്, ഇതിന് മെഡിക്കേഷൻസ് എടുക്കണം, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എടുത്താലേ കുറച്ച് നാളെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന്. ഒന്നാമത്തെ കാര്യം, സൊസൈറ്റിയിൽ തന്നെ സൈക്കാട്രിസ്റ്റിനെ കാണുക എന്നത് വളരെ നെഗറ്റീവായിട്ട് സ്റ്റീരിയോ ടൈപ്ഡ് ആണ്. സ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പോലും ഞാൻ തൃശ്ശൂർ സ്കൂളിൽ 9ഉം 10ഉം പഠിച്ച് 10th ഞാൻ ഡിസ്റ്റിങ്ഷൻ ഹോൾഡർ ആയിരുന്നു. CBSE ആട്ടോ. +1 അതേ സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലൈക്ക് എന്റെ +1 കയറി ഒരു 2-3 months ഒക്കെ ആകുമ്പോഴാണ് എനിക്ക് OCD സിംറ്റംസ് വന്ന് തുടങ്ങണേ. ഇത് ഒരു പാർട്ടാണ്, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. സെക്കൻഡ് പാർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്താ പറയാനുള്ളത്. പക്ഷേ ആ കുട്ടി പറഞ്ഞൊരു കാര്യം ഇത്രേ പറയാനുള്ളൂ. ഷീ ഹാസ് എ വെരി വാലിഡ് പോയിന്റ്. കാരണം അതിന് യഥാർത്ഥത്തിൽ അസുഖം ഉള്ളൊരവസ്ഥയായിരുന്നുവെങ്കിൽ നമുക്കറിയില്ല. നമ്മളത് കാണുന്ന സമയത്ത് അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുള്ളൂ. ഈ കുട്ടിക്ക് അന്ന് യഥാർത്ഥത്തിൽ അസുഖമുള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ ആ അസുഖത്തിനെ പരിഹസിച്ചിട്ടുള്ളൊരു സംഗതി എന്തായാലും ആ കുട്ടിക്ക് അത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാനിപ്പോൾ അഖിലനാർഡി ചെയ്തത് തെറ്റ്, ട്രോളന്മാർ ചെയ്തത് തെറ്റൊന്നും പറയില്ല. ഒക്കെ ഹാപ്പൻസ്. ഇതൊക്കെ എല്ലാത്തിൻ്റെ ഒരു ഭാഗമാണ്. ബിക്കോസ് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഇപ്പം ഞാൻ ഇതിന് മുന്നേ വേറൊരു കാര്യം പറഞ്ഞു. ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആൾക്കാർ അഖിലനാർഡിയുടെ കേസിൽ സംസാരിച്ചപ്പോൾ അതിനെതിരായിട്ട് പല ആൾക്കാരും സംസാരിച്ച് കണ്ടു. ആരൊക്കെ കളിയാക്കുന്നത് അറിയോ? ഈ ഒരാൾക്കൊരു അബദ്ധം പറ്റിയിട്ട് തട്ടിത്തടഞ്ഞ് വീഴുക, അങ്ങനെ വീണിട്ടുള്ള ആൾക്കാരെ നോക്കി തലയ്ക്ക് കൈ വെച്ച് ചിരിച്ചിരുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഈ വിഷയത്തിൽ വലിയ മാന്യന്മാരായിട്ട് സംസാരിച്ചിരുന്നത്. അത് വേറൊരു വിഷയം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ടു. അതിൽ ഒരു കമൻറ്റ് വന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നൊരു കമൻറ്റ് അരുൺ NRD എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ്, അഖിലനാർഡിയുടെ ബ്രദറിൻ്റെ ഒരു കമൻറ്റാണ്. ഒരു നിമിഷം ഇതാ. ക്ലാരിഫിക്കേഷൻ ടു യുവർ വീഡിയോ. സത്യത്തിൽ ഏഞ്ചൽ പറയുന്ന കാര്യവുമായി അഖിലിന് വലിയ ബന്ധമില്ല. ബിഗ് ബോസ് സീസൺ 5 ആദ്യത്തെ 2 ആഴ്ച ഏഞ്ചൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ സ്പൂഫ് അഖിൽ NRD യൂട്യൂബ് ചാനലിൽ ഞാനാണ് ചെയ്തത്. അഖിൽ NRD യൂട്യൂബ് ചാനൽ ചെയ്തത് ഞാനാണ്. ഓക്കെ, അതിലെ കോണ്ടന്റ് അഖിൽ പൂർണ്ണമായും അറിഞ്ഞത് പോലുമില്ല. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഈ ചാനലിൽ ലോങ് വീഡിയോ സെക്ഷനിൽ കോണ്ടന്റ് ചെയ്യുന്നു, ഇപ്പോഴും തുടരുന്നു. ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടന്റ് ഞാൻ സീസൺ സ്റ്റാർട്ട് ആകുന്ന ടൈമിൽ ചെയ്യുന്നതാണ്. അന്ന് ഏഞ്ചൽ ബിഗ് ബോസിൽ സ്ക്രിപ്റ്റഡ് പോലെ ചെയ്യുന്നത് കൊണ്ട് നല്ല ട്രോൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അകത്തുണ്ടായിരുന്ന ടൈമിൽ നല്ല ട്രോൾ കിട്ടിയിരുന്നു. ബിഗ് ബോസ് കോണ്ടന്റ് എടുക്കുന്ന റോസ്റ്റ് ആൻഡ് കോമഡി ഉദ്ദേശിച്ചതാണ്. അന്ന് ട്രോൾ ചെയ്ത കുറേ പേജസ് ഉണ്ട്. പുള്ളിക്കാരിക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞേ. അങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ആ പോർഷൻ നോക്കിയേനെ. പിന്നെ ഏഞ്ചൽ ഫേക്ക് കളിക്കുകയാണ് എന്ന് ബിഗ് ബോസിൽ എല്ലാവരും ആ കാര്യത്തിൽ പറഞ്ഞ കാര്യമാണ്. ഹോട്ട്സ്റ്റാറിൽ കോണ്ടൻ്റായി വന്നതും അങ്ങനെ ആണ്. ഒരാളെ മാത്രമല്ല, അതിലെല്ലാവരെയും വെച്ച് സ്കിറ്റ് കോമഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സീസണിൽ സ്കിറ്റ് വരെ വേറെ വന്നിട്ടുണ്ട്. ഇത് നടന്നിട്ട് കുറേ ആയി. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയം ഉണ്ടായിരുന്നുള്ളൂ, അതിനെ ഇങ്ങനെ ആക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അരുൺ NRDയുടെ ഒരു കമൻറ്റ് വരുന്നു. അതിന് മറുപടി ഇങ്ങനെയാണ്: അതിൽ രോഗാവസ്ഥയെ പറ്റി ഒന്നും പറയുന്നില്ല എന്ന് എന്നോട് വാദിക്കാൻ നിൽക്കല്ലേ. ചേട്ടൻ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്ക്. അതിനെപ്പറ്റി ബോധം ഇല്ലെങ്കിൽ
ഇവിടെ വന്ന് കമൻ്റ് ഇട്ട് വാദിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് യെസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന് മറുപടി കൊടുത്തിട്ടുള്ളത്. നമ്മളതിനെ അങ്ങനത്തെ കാര്യങ്ങളിൽ കടക്കുന്നില്ല. എന്തായാലും ഒരു സെക്കൻഡ്, എന്തായാലും ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഞാൻ ആ യഥാർത്ഥ അസുഖമുള്ളൊരു സിറ്റുവേഷനിൽ സ്വന്തം അസുഖത്തെ കളിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും വിഷമം തോന്നിപ്പോവും. പക്ഷേ ഇതിലൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, വലിയൊരു വാലിഡ് പോയിൻ്റ് എന്താ വെച്ചാൽ, ഒന്ന് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഏഞ്ചലീൻ്റെ അടിക്കുന്ന വീഡിയോ, ഓക്കെ, കുറ്റപ്പെടുത്തല്ല, ആ വീഡിയോ കണ്ട ഒരു വ്യക്തിക്ക് നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പോലെ ആണ് സംസാരിച്ചിട്ടുള്ളത്. രണ്ടാമത്തത്, ബിഗ് ബോസിൽ കയറിയതിന് ശേഷം പലരും പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഹനാൻ്റെ സംഭവം നമ്മൾ കണ്ടു, അങ്ങനത്തെ ഓരോരുത്തരും കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, എല്ലാവരും കണ്ടു. അപ്പോൾ അതിൻ്റെ പേരിൽ രൂക്ഷമായിട്ടുള്ള പക്ഷേ ഇറ്റ്സ് നോട്ട് റൈറ്റ് ടു മോക്ക് സം വൺ. ഹെൽത്ത് കണ്ടീഷനിൽ മോക്ക് ചെയ്യുന്നത് കറക്റ്റല്ല. പക്ഷേ അത് ഒരു അസുഖമാണെന്ന് പറഞ്ഞതിനല്ല അഖിൽ നാർഡി കളിയാക്കിയത് ആ ബിഗ് ബോസിൽ കാണിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആർക്കും തോന്നുന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളിലേക്ക് ജസ്റ്റ് എത്തിക്കണം തോന്നി. എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അഖിൽ നാർഡിയുടെ വിഷയത്തിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളൂ, മൾട്ടിപ്പിൾ കോണ്ടൻറ്റ് ചെയ്തവരുണ്ട്, ഓരോരുത്തർ ഇഷ്ടമാണ്. ഇതിനൊന്നും അഖിൽ നാർഡിയുടെ ഫാമിലിയോ അവരോ ആരൊന്നും വന്ന് സംസാരിച്ചിട്ടില്ല. സംസാരിച്ച് ഇതുപോയിട്ടും ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് പേരാണ്. കുഴപ്പമില്ല, സംസാരിക്കാം. പക്ഷേ ഇത് പറയുന്നതിനുള്ള ഇത് സംസാരിക്കുന്നില്ല, ഈ ഫാമിലി വ്ളോഗേഴ്സൊക്കെ ഇത് സംസാരിക്കുന്നുള്ള ഏറ്റവും വലിയ അജണ്ടയൊക്കെ ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ചുളിവിൽ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിച്ച് അവരുടെ സമയം മെനക്കടിച്ച് അത് കണ്ടിട്ട് അവരെ പറ്റിച്ച് കാശടിക്കുക, പിന്നെ അതിൻ്റെ പേരിൽ പ്രൊമോഷൻസ് ചെയ്തിട്ട് അതൊന്നും പൈസ ഉണ്ടാക്കുക. ഇതിന് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഒരു ബ്ലോക്കാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല, നാളെ നിങ്ങളുടെയൊക്കെ ഫാമിലിയിൽ ഇതുപോലത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും പുറത്തെത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നുള്ളത് ആ ഒരു ഭയത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് അറിയാം. പലരും രൂക്ഷമായി വിമർശിച്ചു, പല രീതിയിൽ വിമർശിച്ചു. ഞാനും അതെ, നമ്മളും വളരെ നല്ലതിൽ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, ഞാൻ അങ്ങനെ എല്ലാ കേസും കൂടി വീഡിയോ ചെയ്യുന്ന ആളല്ല, സെലക്റ്റീവായിട്ട് വീഡിയോ ചെയ്യുന്നു. അത് ആ ചെയ്യുന്ന വീഡിയോ കഴിയുന്നതും ആർക്കും വിഷമം ഉണ്ടാക്കാത്ത രൂപത്തിൽ ചെയ്യുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മോണിറ്റൈസേഷനോ കാര്യങ്ങളോ റീച്ചോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ വീഡിയോ റിമൂവ് ചെയ്തിട്ടുള്ളൂ. അത് ചെയ്ത ഒരുപാട് പേർക്ക് അറിയാം. എനിക്ക് പല വിഷയങ്ങളും എടുത്ത് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് കോണ്ടൻറ്റ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പോഴും ഞാൻ ഒരാളുടെ സാമ്പത്തിക പ്രശ്നം, ബിഗ് ബോസിൽ ഇറങ്ങിയിട്ടുള്ള ഒരാളുടെ സാമ്പത്തിക പ്രശ്നം, സ്കാമും കാശ് കടം വാങ്ങിയ കാര്യങ്ങളൊന്നും ഇന്നും റിയാക്ഷൻ ചെയ്യുന്നത് നമുക്ക് പൈസ കിട്ടും എന്നറിഞ്ഞുകൊണ്ടും ഞാൻ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാത്തത് ഞാൻ അയാൾക്കൊരു വിഷമം വരേണ്ട, അതിൽ കണക്റ്റഡ് ആയിട്ടുള്ളൊരു വിഷമമല്ല. ഇപ്പം അതിൻ്റെ പേരിൽ ഞാൻ ആ ഒരു ഇത് പറയല്ല, ആ ഒരു പ്രശ്നം വരണ്ട എന്നുള്ള കാര്യം കൊണ്ടാണ് പലപ്പോഴും സംസാരിക്കുന്നത്. പക്ഷേ ആ സംസാരിച്ച ആൾക്കാർ വരെ നമ്മൾ നല്ലതിൽ ഒഴിവാക്കി വിടല്ല, നമ്മൾ പോട്ടെ, അവർക്ക് ഇനി ഒരു വിഷമം വേണ്ട എന്ന് വിചാരിച്ച് ഒഴിവാക്കി വിട്ട ആൾക്കാർ വരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന സംഭവങ്ങൾ കണ്ടു. ഏറ്റവും ലാസ്റ്റായിട്ട് ഇപ്പോൾ നമ്മളെ ലോകസഞ്ചാരി വന്നിട്ട് കുറേ കാര്യങ്ങൾ കണ്ടു. റീച്ച് കുറവാണ്, ആൾക്കാരൊക്കെ പാടെ പറഞ്ഞിട്ട് ലോകസഞ്ചാരി വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നവരാണ് കുഴപ്പം, നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്തിനാ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കാണുന്നത്, നിങ്ങൾക്ക് വന്നിട്ട് എൻ്റെ കണ്ടൻറ്റ് കണ്ടൂടെ, അതായത് ഈ ലോകം സഞ്ചരിക്കുന്ന ആൾക്കാരെ കോണ്ടൻറ്റ് കണ്ടൂടെ, അതുകൊണ്ടാണ് ലോകം സഞ്ചരിക്കുന്ന എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വ്യൂസ് കുറയുന്നതെന്നൊക്കെ വന്നിട്ട് അവൻ പറഞ്ഞു. അത് കയ്യിലിരിപ്പോണ്ടാണ് കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.